രാത്രി കടന്നുറങ്ങിയ മനുഷ്യൻ ഹൗദിൽ പോയിട്ട് വുളൂ ചെയ്യുമ്പോൾ അതിൻ്റെ ചിട്ടടക്കം ഇസ്ലാം പഠിപ്പിച്ചു. കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ പുറത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് കഴുകണം. ആ സ്നാനഘട്ടത്തിലേക്ക് ഹൗദിലേക്ക് കൈയിട്ട് കഴുകരുത്. കാരണം ലാ യഅരിഫ് ഐന ബാതത് യദുഹു എന്ന് പോലും ഇസ്ലാം പറഞ്ഞു. ഇത്രയും സൂക്ഷ്മമായിട്ട് മുൻകൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിൻ്റെ കൂടെ മൂക്കിൽ വെള്ളം കയറ്റുന്നു, ഇടത് കൈ കൊണ്ട് ചീറ്റുന്നു. പൊടിപടലങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഇന്നത്തെ കാലം, വാഹനങ്ങളാവട്ടെ, കെട്ടിടങ്ങളാകട്ടെ, നിർമ്മാണ മേഖലകളാകട്ടെ, ഒരു വഴിക്ക് നമുക്ക് പോകാൻ പറ്റും. ചെറിയ കുട്ടികൾക്കടക്കം അലർജി, ആസ്തമ. അതുകൊണ്ട് പൾമോളജി വിദഗ്ധന്മാരുടെ, ചെസ്റ്റ് വിദഗ്ധന്മാരുടെ, നെഞ്ചുരോഗ വിദഗ്ധന്മാരുടെ സമ്മേളനം നാളെ നടക്കാൻ പോവുകയാണ് മലപ്പുറം ജില്ലയിൽ. ഏറ്റവും കൂടുതൽ തിരക്കുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പുൽമോളജി മാറി. എന്താ കാരണം? അലർജി ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർക്ക് തിരക്ക് കൂടി. ചെറിയ കുട്ടികൾക്കടക്കം തുമ്മല്, ചെറിയ കുട്ടികൾക്കടക്കം ആസ്തമ. അവസാനം മെഡിക്കൽ സയൻസ് തന്നെ പറയുകയാണ്, ഈ മൂക്കിലൂടെ പൊടിപടലങ്ങൾ കയറി അത് മസ്തിഷ്കങ്ങളിലേക്ക് കടന്നുപോയി ബ്രെയിൻ ട്യൂമർ ആകാനുള്ള സാധ്യത അടക്കമുണ്ട്. മുസ്ലിങ്ങൾ 5 നേരത്തെ വുളൂഇൽ പറയുന്നത് മൂക്കിൽ വെള്ളം കയറ്റുകയും ചീറ്റുകയും ചെയ്യണമെന്നാണ്. ഈ പൊടി ഒരിക്കലും ദ്രവിച്ച് അല്ലെങ്കിൽ വലിയ വലിയ കെമിക്കലുകളായി മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പോകാതിരിക്കാൻ ഇത് മുസ്ലിങ്ങളെ അവരുടെ വുളൂ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അലക്സാണ്ടർ ജേക്കബ് പറയുകയാണ്. അങ്ങനെ ഓരോന്നും. നമ്മുടെ തലച്ചോറ്, തല തടവൽ ഒരു പ്രധാന ഇനമാണ്. വുളൂഇന്റെ കൂട്ടത്തിൽ തല തടവുക. ഈ തല തടവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. തലയുടെ മുകളിലൂടെയാണ് മസ്തിഷ്കത്തിൽ നിന്നുള്ള ഉണർവിന്റെ എല്ലാ ഞരമ്പുകളും മൂർധാവിലൂടെ പാസ് ചെയ്യണത്. കൃത്യമായിട്ട് ഒരാൾ തല തടവി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഉണരും, മസ്തിഷ്കം ഉണരും എന്നാണ്. എന്തെങ്കിലും ഒരു അൺകോൺഷ്യസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒന്ന് ഫ്രഷ് ആവാൻ. മുഖത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാലും ഫ്രഷ് ആവും. അതുകൊണ്ട് ആ ബോധരഹിതനായ മനുഷ്യന്റെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞാലേ ബോധം തെളിയുള്ളൂ. മുസ്ലിങ്ങൾ 5 നേരം ഉപബോധത്തിൽ നിന്ന് വെള്ളം കുടഞ്ഞിട്ട് അവബോധത്തിലേക്ക് തിരിച്ചു വരികയാണെന്ന് അദ്ദേഹം പറയാണ്. മുഖത്ത് വെള്ളാക്കണം, തലയിൽ വെള്ളം തടവണം. ഇങ്ങനെയും പെർഫെക്റ്റ് ശുദ്ധീകരണം നടത്തിയിട്ടാണ് അവർ ആരാധനാലയത്തിന്റെ അകത്ത് പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അതിലെ കോൺസെൻട്രേഷൻ. ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഗിബ്ബൺ ഈ അടുത്തൊരു പരീക്ഷണം നടത്തി കുറച്ച് തൊഴിലാളികൾക്കിടയിൽ. ആ തൊഴിലാളികൾക്കിടയിൽ നിന്ന് അദ്ദേഹം 1000 ചില്ലാനും തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ആ തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് വെറും 10% ആളുകൾ മാത്രം ആരാധനാലയത്തിൽ പോയിട്ട് ധ്യാനത്തിൽ ഏർപ്പെടുന്നു. ബാക്കി 90% തൊഴിലാളികളും ഒരു ധ്യാനമില്ല, അവർ തോന്നിയ പോലെ ജീവിക്കുന്നു. ഡോക്ടർ ഗിബ്ബൺ പറഞ്ഞു, ഏകാഗ്രതയോടുകൂടെ ധ്യാനം ഒരു തൊഴിലാളി 40 മിനിറ്റെങ്കിലും നിർവഹിച്ചാൽ അയാളുടെ രക്തത്തിൽ നിന്ന് ലാക്ടേറ്റിന്റെ അംശങ്ങൾ കുറഞ്ഞു പോകുന്നു. മാനസിക രോഗികൾക്ക് ലാക്ടേറ്റിന്റെ അംശം കൂടുമ്പോഴാണ് മാനസിക രോഗം കൂടുക. ഈ ലാക്ടേറ്റിന്റെ അംശം കുറക്കാൻ 100 ഗുളിക കഴിക്കുന്ന സ്ഥാനത്താണ് മുസ്ലിംകളുടെ ഒരു ദിവസത്തെ നിസ്കാരം. ഒരു നേരത്തെ അല്ല, ഒരു ദിവസത്തെ നിസ്കാരം. ഡോക്ടർ ഗിബ്ബൺ പറഞ്ഞു, അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഏതൊരു മതക്കാരനും 40 മിനിറ്റ് പെർ ഡേ, ഒരു ദിവസം 40 മിനിറ്റ് ധ്യാനത്തിൽ ഏർപ്പെടണം. ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയിലേക്ക്, ഒരു പോയിന്റിലേക്ക് മാത്രം മനസ്സ് കേന്ദ്രീകരിച്ചിട്ട് 40 മിനിറ്റ് ധ്യാനം നിർവഹിക്കണം. ശരിക്കും നമ്മളെ മുസ്ലിങ്ങളുടെ 5 വക്ത നിസ്കാരം ഒന്നിച്ചു കൂട്ടിയാൽ 40 മിനിറ്റാണ് ആവറേജ് ടൈം. ഒരു 1000 ഗുളിക മാനസിക രോഗി കുടിക്കുന്ന 1000 ഗുളികയേക്കാൾ രക്തത്തിലെ ലാക്ടേറ്റിന്റെ അളവിനെ കുറക്കുന്നത് നിസ്കാരാണ്. എന്തൊരു വലിയ വാക്കാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ ദൈവസ്മരണയിലേക്ക് കടന്നു വരിക. ദൈവസ്മരണ കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ആശ്വാസം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോവുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതുകൊണ്ടാണ് നിസ്കാരം എന്റെയും അടിമയുടെയും ഇടയിലുള്ള സംഭാഷണമാണ് എന്ന് അല്ലാഹു പറയുന്നത്. എന്റെ അടിമ എന്നോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന്റെ മുൻപേ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത്. ഇന്ന സ്വലാത്തി വനസുഖി വമഹ്യായ വമമാതി ലില്ലാഹി
ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരം, എൻ്റെ ആരാധന, എൻ്റെ ജീവിതം, എൻ്റെ മരണം അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. വബിദാലിക ഉമിർതു, അതുകൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. വഅന മിനൽ മുസ്ലിമീൻ, അതുകൊണ്ട് നീ പറഞ്ഞ മുസ്ലിമാണ് ഞാൻ. അല്ലാഹുവേ നിന്റെ അടിമയായ മുസ്ലിമാണ് ഞാൻ എന്ന പരിശുദ്ധ റബ്ബിന്റെ മുമ്പിൽ പ്രതിജ്ഞ എടുത്തിട്ടാണ് ആരാധനയാകുന്ന നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ആ പ്രതിജ്ഞ ശിരസാവഹിക്കാൻ ജീവിതത്തിന്റെ കർമ്മമണ്ഡലങ്ങളിലൂടെ സാധ്യമാകണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം, എല്ലാം നശിച്ചു പോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കുമെന്നു വിചാരിക്കേ. എന്തെന്തിരങ്കരളിലാനന്ദവും നിധിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജീവപ്രകാശവും. ജീവിതത്തിൽ നിന്ന് നിരാശയോടുകൂടെ കടന്നു പോകേണ്ടവരല്ല നമ്മൾ. പുതിയ പ്രതീക്ഷകളുടെ നാളെ കൺതുറക്കാനിരിക്കുകയാണ്, പുതിയ പ്രഭാതങ്ങൾ പൊട്ടിവിടരാനിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമായ ചെറുപ്പക്കാര, എൻ്റെ മുസ്ലിമായ ചെറുപ്പക്കാരി, പരിശുദ്ധ ഖുർആനിനെ മാറോട് ചേർക്കാൻ, അള്ളാഹുവിൻ്റെ ആരാധനാലയങ്ങളോട് സാമീപ്യം പുലർത്താൻ, അള്ളാഹുവിൻ്റെ മത ആചാരങ്ങളെ മനസ്സിനോട് ചേർത്ത് വെക്കാൻ നമ്മൾ സന്നദ്ധത പ്രകടിപ്പിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. നമുക്ക് പ്രതീക്ഷിക്കാം ശുഭകരമായ ഭാവിക്ക് വേണ്ടി. അതുകൊണ്ട് യെസ്റ്റർഡേ ഈസ് എ ഡെഡ് ചെക്ക്, ഇന്നലെ എന്ന് പറയുന്നത് തീയതി തീർന്നു പോയ ഒരു ചെക്ക് മാത്രമാണ്. അത് ചവറ്റുകൊട്ടയിലേക്ക് കടന്നുപോയി, അത് ചവറ്റുകൊട്ടയിൽ സ്ഥാനം പിടിച്ചുപോയി. അതുകൊണ്ട് ഇന്നലകളെ ഓർത്ത് വിലാപം കൊള്ളുന്നതിൽ ബുദ്ധിയില്ല. ഇന്നലെ ഞാൻ എന്തൊക്കെ ചെയ്തു പോയി എന്ന് പറഞ്ഞ് നിരാശനാകുന്നതിൽ ഒരിക്കലും ചിന്തകൾ കുടികൊള്ളുന്നില്ല. ടുമോറോ ഈസ് എ റെഡി ക്യാഷ്, നാളെ ടുമോറോ ഈസ് എ പ്രോമിസറി നോട്ട്, നാളെ എന്ന് പറയുന്നത് ഒരു വാഗ്ദത്ത സംഖ്യ മാത്രമാണ്, അത് കിട്ടും എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ടുഡേ ഈസ് എ റെഡി ക്യാഷ്, ഇന്ന് എന്ന് പറയുന്നത് കയ്യിൽ കിട്ടിയ ഒരു സംഖ്യയാണ്. അതുകൊണ്ട് പ്ലീസ് സ്പെൻഡ് ഇറ്റ്, ഇന്നിനെ നിങ്ങൾ ചെലവഴിക്കുക സാർത്ഥകമായ ഒരു നാളേക്ക് വേണ്ടി. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇത്ര നേരം ഇരുന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആമീൻ പറഞ്ഞ് പിരിയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് കൊച്ചുകുട്ടികൾ, സ്ത്രീകൾ, സഹോദരിമാർ, മുസാലിമീങ്ങൾ, യുവജനങ്ങൾ, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് വൃദ്ധന്മാർ, അവരുടെയൊക്കെ ആമീൻ അല്ലാഹു തആല സ്വീകരിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك عليه يا رب العالمين. اللهم اغفر لنا ذنوبنا واستر عيوبنا وفرج همومنا واكشف غمومنا وحسن أخلاقنا وحقق رجاءنا وطول أعمارنا بلغ مقاصدنا واشف أمراضنا وأمراض مرضانا يا شافي الأمراض، أمراضنا الظاهرية والباطنية والجسمانية والروحانية والشيطانية والسحرية، فاشفي كلها يا شافي يا كافي يا معافي، إنك على كل شيء قدير. اللهم هذا الدعاء ومنك الإجابة وعليك التكلان وعلينا البلاء، ولا حول ولا قوة إلا بك يا ذا الجلال والإكرام. اللهم اجعل القرآن نور قلوبنا وضياء صدورنا وربيع علومنا ومونسا لنا في قبرنا ورفيقا لنا على صراطنا وطريقا لنا إلى جنتنا يا رب العالمين. അള്ളാഹുവേ, ഈ ഉയർത്തിയ കൈകളെ തുറന്നു വെച്ച ഹൃദയങ്ങളെ തട്ടികളയല്ല തമ്പുരാനെ. പാപികളാണ്, ദോഷികളാണ്, പുറത്തു തരണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നീ നൽകിയ ഉദ്യോഗത്തിൽ, നീ നൽകിയ തൊഴിലിൽ, നീ നൽകിയ സംവിധാനങ്ങളിൽ അല്ലാഹുവേ ബറക്കത്തിനെ ഏറ്റി നൽകണേ അല്ലാ, ഏറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ തിരുനോട്ടം ഞങ്ങൾക്കും മക്കൾക്കും കുടുംബത്തിനും വർഷിക്കണേ അല്ലാ. നിന്റെ ബറക്കത്ത്, സലാമത്ത്, ആഫിയത്ത് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ റിസ്ഖ് വിശാലമാകണേ അല്ലാ. അല്ലാഹുവേ, ഈ മതത്തിന്റെ സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിന്റെ ഹക്ക് കൊണ്ട് ദുനിയാവിലുള്ള ഇടങ്ങേറുകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം
ലഭിക്കണേ അല്ലാ. വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ കിട്ടണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാവണേ അല്ലാ. ആഖിബത്ത് നന്നാവണേ അല്ലാ. ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഈമാനില്ലാതെ കലിമ ചൊല്ലാൻ കഴിയാതെ ദുർമരണം അനുഭവിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ഉൾപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ, ഒരുപാട് രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശിഫ നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ആന്തരികാവയവങ്ങൾ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ ബാഹ്യാവയവങ്ങൾ അല്ലാഹുവേ എല്ലാത്തിനെയും രോഗാണുക്കളിൽ നിന്ന് മുക്തമാക്കണേ അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ, ഞങ്ങളെ കുടുംബത്തിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഈ പരിശുദ്ധ സദസ്സിന്റെ ഹക്ക് കൊണ്ട് ആ വിഷമത്തെ ഉയർത്തണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുണ്ട്, അവരെ വീട്ടാൻ സഹായിക്കണേ അല്ലാ. വലിയ പ്രയാസങ്ങളിൽ കിടക്കുന്ന ആളുകളുണ്ട്, മാനസിക പ്രയാസം, സാമ്പത്തിക പ്രയാസം. എത്രയും പെട്ടെന്ന് അതിൻ്റെ രക്ഷയുടെ വിജയത്തിന്റെ കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഏവർക്കും തുറന്നു നൽകണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുനാഥ, ആണും പെണ്ണുമായ മക്കളെ കൊടുക്കുനാഥ, ആ മക്കളെ കണ്ണിന്റെ കുളിർമകളാക്കുനാഥ. പടച്ചോനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ. നവജാത ശിശുക്കൾക്ക് വൈകല്യത്തിൽ നിന്ന് രക്ഷ കൊടുക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാരതത്തിന്റെ മതേതരത്തെ നീ ഊട്ടി ഉറപ്പിക്കണേ, സംരക്ഷിക്കണേ. ഇന്ത്യ രാജ്യത്തിന് നഷ്ടമായ മതസൗഹാർദ്ദം നീ തിരിച്ചു നൽകണേ തമ്പുരാനെ. പാവങ്ങളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അനുശാസിക്കുന്ന രീതിയിൽ ഇബാദത്ത് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ അനുകൂലമാക്കി തരണേ തമ്പുരാനെ. അതാരെയും തകർക്കാൻ അനുവദിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ തമ്മാടികളും റൗഡികളുമാക്കി പരിവർത്തിപ്പിക്കല്ല നാഥ. മക്കൾ കാരണം തല ഉയർത്തി നടക്കാനുള്ള അന്തസ്സ് നൽകണേ അല്ലാ. മക്കൾ കാരണം തല താഴ്ത്തി നടക്കേണ്ട ഗതികേട് ഞങ്ങൾക്കും ഒരു രക്ഷിതാവിനും നീ നൽകല്ല അല്ലാ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി ഓടിച്ചാടി നടന്നവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. തക്കതായ പ്രതിഫലം നൽകണേ അല്ലാ. ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞു പോയ മഹത്തുക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്ന്, കൂട്ടുകുടുംബങ്ങളിൽ നിന്ന്, സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ പറഞ്ഞു പോയി. മയ്യത്ത് കട്ടിൽ കയറി 6 അടി മണ്ണിൽ പോയി കിടന്നു. മീസാൻ കല്ലിന്റെ ചോട്ടിൽ അവർ ഉറങ്ങുകയാണ്. അവരുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ജീവിതകാലത്ത് നൽകിയതിനേക്കാൾ വലിയ ഒരു പ്രസന്റേഷനായി ഞങ്ങളുടെ ഈ ദുആ, ഞങ്ങളുടെ ഈ സദസ്സിന്റെ പുണ്യം ഈ നിമിഷം തന്നെ ഞങ്ങൾ വീട്ടിലെത്തുന്നതിൻ്റെ മുമ്പ് അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. നാളെ ഞങ്ങളവിടെ പോയി കിടക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി കൈയുയർത്താൻ ഇവിടെ ഒരു തലമുറയെ നീ സംവിധാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഈ മഹലിലും പരിസരങ്ങളിലും ഒരുപാട് രോഗികളുണ്ട്. ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും ആശുപത്രി ബെഡുകളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരു പരീക്ഷണ വസ്തുവാക്കല്ല അല്ലാ. അല്ലാഹുവേ, ആഫിയത്ത് സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികൾക്ക് ഇസ്സത്ത് കൊടുക്കണേ, റാഹത്ത് കൊടുക്കണേ, ബറക്കത്ത് കൊടുക്കണേ. അവരുടെ നഷ്ടപ്രതാപങ്ങളെ തിരിച്ചു കൊടുക്കണേ. അവർക്ക് വെച്ചടി പുരോഗതി കൊടുക്കണേ. അവരുടെ ജീവിതത്തിന്റെ വെളിച്ചത്തെ സാക്ഷാത്കരിച്ചു കൊടുക്കണേ. ഇവിടേക്ക് ഒരുപാട് ചെറുപ്പക്കാരാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാർക്ക് ഹിദായത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ. അവരുടെ പഠനങ്ങളിൽ, അവരുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ദീനീ സംവിധാനത്തിന്, ഭൗതിക ഉദ്യോഗസ്ഥന് ഒരു ഇടം കൊടുക്കുന്ന ഞങ്ങളുടെ പദ്ധതികളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഒഴിവുകളെ, സ്പേസുകളെ നികത്താൻ അതിലൂടെ നീ സാധ്യമാക്കണേ തമ്പുരാനെ. പാവങ്ങൾക്ക് അല്ലാഹുവേ സുരക്ഷയും ഐശ്വര്യവും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. വീട് പണി തുടങ്ങിയവരുണ്ട്, തുടങ്ങാനിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ഒരു ഭവനം പെട്ടെന്ന് തന്നെ പണി കഴിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അതിൻ്റെ മുന്നിലുള്ള തടവുകളെ നീക്കി കൊടുക്കണേ അല്ലാ. പ്രതിസന്ധിയിൽ നിന്ന് മോചനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അവസാനം അസ്റായിൽ അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ, സുഖമുള്ള മരണം അനുഭവിക്കാൻ, റാഹത്തുള്ള മരണം ഏറ്റുവാങ്ങാൻ, സ്വർഗമായി കിടക്കണ ഖബറിലേക്ക് അങ്ങനെ ചെല്ലാൻ ഈ കൂടിയ ഞങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും സൗഭാഗ്യ സന്നിപാതം നൽകണേ അല്ലാ. പോയി കിടക്കണ വീട് ഇരുട്ടിന്റെ വീടാക്കല്ല അല്ലാ. ഈ ഇരുത്തം കൊണ്ട് പോയി കിടക്കാൻ പോകുന്ന വീടിനെ പ്രകാശിപ്പിക്കണേ അല്ലാ.
സിറാത്ത് എന്ന പാലം കടക്കുമ്പോ ഈ കൂടിയ കാലുകളെ ആ പാലത്തിന്റെ മുകളിൽ പതറുന്ന കാലുകളാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഈ ശരീരങ്ങളൊക്കെ സ്വർഗത്തെ വാജിബാക്കണേ അല്ലാ, നരകത്തെ ഹറാമാക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.